നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. തെറ്റിദ്ധാരണകൾ സൃഷ്ടിക്കുന്നവരെക്കാൾ അപകടകാരികളാണ് അതും വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നവർ. ഈ ഒരു നല്ല പാഠം കൂടിയാണ് രത്നപ്രഭ നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. ജീവിക്കാൻ സമ്പത്തും പണവും ഒക്കെ വേണം. എന്നാൽ ജീവിതത്തിൽ നമുക്ക് സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാവാൻ അതുമാത്രം പോരാ. പരസ്പരം മനസ്സിലാക്കാനും വിശ്വസിക്കാനുള്ള മനസ്സാണ് ജീവിത പങ്കാളികൾക്ക് പ്രധാനമായിട്ടും വേണ്ടത്. സ്വന്തം ഇഷ്ടത്തിനല്ലാതെ മറ്റൊരാളുടെ നിർബന്ധത്തിന് വഴങ്ങി ജീവിതം തുടങ്ങുന്നവർക്കിടയിൽ അതൊരിക്കലും ഉണ്ടാവില്ല. ആയുസ്സെത്താതെ ആ ബന്ധം തകർന്നു പോകുകയേ ഉള്ളൂ. അതിനേക്കാൾ എത്രയോ നല്ലതാണ് സത്യനെടുത്തിരിക്കുന്ന ഈ തീരുമാനം. ഇതിൽ പലർക്കും നഷ്ടബോധവും നിരാശയും രോഷവും ഒക്കെ ഉണ്ടാവാം. പ്രത്യേകിച്ച് സുശീലയ്ക്ക്. പക്ഷെ സ്വന്തം മകന്റെ ജീവിതമാണ് മറ്റെന്തിനേക്കാളും വലുതെന്നും മനസ്സിലാക്കി സുശീല ആ മകനെ അനുഗ്രഹിച്ച് അവന്റെയും പ്രതിഭയുടെയും കല്യാണം നടത്തിക്കൊടുക്കണമെന്നാണ് എല്ലാരെ പോലെയും എന്റെ അഭ്യർത്ഥന. കണ്ടവന്മാരുടെയൊക്കെ വാക്കും കേട്ട് എന്നെ ധിക്കരിക്കുക അപമാനിക്കുകയും ചെയ്ത ഇവനെ ഞാൻ അനുഗ്രഹിക്കണം അല്ലേ? എന്നാ കേട്ടോ, ഈ നിൽക്കുന്നവൻ ഇന്നു മുതൽ എന്റെ മകനല്ല. എനിക്കിങ്ങനെ ഒരു മകനില്ല. നിങ്ങളെല്ലാവരും കൂടി കൈപിടിച്ചുയർത്തി അവൻ ഈ നിലയിൽ കൊണ്ടുവന്ന് നിർത്തിയില്ലേ? ഇനി നിങ്ങളൊക്കെ തന്നെ അവന്റെ കല്യാണം ആഘോഷമായിട്ട് നടത്തി കൊടുത്താൽ മതി. എന്നെ എന്റെ കുടുംബത്തെ അതിന് നോക്കണ്ട. വാടാ ഇന്ദ്ര, നമ്മുടെ ആൾക്കാരെ മുഴുവനും വിളിച്ചോ. വാ കുഞ്ഞമ്മേ, നമുക്ക് പോവാം. വാടാ. കുഞ്ഞമ്മ വാ. സുശീലേ, നിക്ക്. എടി സുശീലേ,
ദാ സുശീലേ, ഇന്ദുമോൾ അണിഞ്ഞതിന്റെ ബാക്കി ആഭരണങ്ങൾ മുഴുവൻ ഇതിലിരിപ്പുണ്ട്. ഇത് തന്നെ ഏകദേശം ഒരു 100 പവൻ അടുത്ത് കാണും. കൊണ്ടുപോയി ഭദ്രമായി സൂക്ഷിച്ചു വെക്കേ. എന്നിട്ട് സത്യനെ താലി കെട്ടാൻ വേഗം ഇറക്കി കൊണ്ടുപോവാ. ശരി സാർ. എന്റെ മക്കളും കൂടി കൂട്ടുനിന്ന് എന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചാലും സുശീല അങ്ങനെ തോറ്റുകൊടുക്കാൻ തയ്യാറല്ല. സത്യസാറിന്റെ മകൾക്ക് പകരം എനിക്ക് അവളുടെ സ്വർണം മതി. ഇത് ചോദിച്ച് അയാൾക്ക് എന്റെ മുന്നിൽ വരാൻ ധൈര്യമുണ്ടെങ്കിൽ അയാൾ വരട്ടെ. അപ്പോ ഞാൻ കാണിച്ചു കൊടുക്കാം ബാക്കി. dim tattana dim tattana dim tattana dim tattana